കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്നാൽ ധാരാളം ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കൾച്ചറും പലതരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും നിങ്ങൾ കൊച്ചി കാണാൻ വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയുടെ ചരിത്രങ്ങളൊക്കെ അടുത്തറിയാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരി. നിങ്ങൾ ഒരിക്കലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോയി തിരിച്ചു പോകരുത്. മട്ടാഞ്ചേരി എന്താണ് അല്ലെങ്കിൽ കൊച്ചിയുടെ ചരിത്രം എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടവഴികളിലൂടെ സഞ്ചരിക്കണം. കൊച്ചിയിൽ വരുന്നവർ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഭ്രാന്തൻ കുരിയച്ചൻ്റെ നട. രാവിലെ തൊട്ട് രാത്രിയാവുന്നവരെ ധാരാളം ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതിൻ്റെ ചരിത്രം എൻ്റെ തന്നെ വീഡിയോയിൽ ധാരാളം വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചരിത്രത്തിലേറെ പ്രാധാന്യമുള്ള കൂനംകുരിശ് പ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമാണിത്. അന്ന് വടം കെട്ടി വലിച്ചതിൻ്റെ ഫലമായിട്ട് ചരിഞ്ഞ കുരിശായതുകൊണ്ടാണ് ഇതിനെ കൂനംകുരിശ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. കൊച്ചിക്കാർ മാത്രമല്ല, വളരെ ദൂരെ നിന്ന് പോലും ഇങ്ങോട്ടേക്ക് ധാരാളം ആൾക്കാർ ഇപ്പോൾ വരാറുണ്ട്. വളരെ വിശ്വാസത്തോടെ കൊച്ചിക്കാർ കാണുന്നൊരു സ്ഥലമാണിത്. ഈ കപ്പേള സ്ഥാപിതമായത് 1550-ലാണ്. മട്ടാഞ്ചേരി തന്നെ ജൂട്ടൗണിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ കപ്പേള. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ വിശേഷ ദിവസം. അന്നിവിടെ നല്ല തിരക്കുമായിരിക്കും. നിങ്ങളിങ്ങോട്ടേക്ക് വരാനാണെങ്കിൽ ബൈക്കിനോ നടന്നോ വരാൻ ശ്രമിക്കുക. കാരണം ഇതൊരു ചെറിയ വഴിയാണ്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ധാരാളം ഹോൾസെയിൽ കടകളും ഉണ്ട്. അങ്ങോട്ടേക്ക് ലോഡ് ഇറക്കാൻ വേണ്ടി എപ്പോഴും ഇവിടെ ലോറികളും വരാറുണ്ട്. അപ്പോൾ വലിയ വാഹനങ്ങളിലും കാറുകളിലും വരുന്നവർ എവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർ പൂമാല വിൽക്കാനിരിക്കുന്നത് കാണാം. ഇവിടെ വരുന്നവരെന്തായാലും മെഴുകുതിരി കത്തിക്കാനും പൂമാല സമർപ്പിക്കാനും മറക്കണ്ട. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയൊരു സ്ഥലമല്ല മട്ടാഞ്ചേരി. എനിക്ക് ഫോട്ടോ വെച്ചേക്കാളും കുറച്ചുകൂടി ഇഷ്ടം മട്ടാഞ്ചേരിയാണ്. ഇവിടെ ഒരു വട്ടമെങ്കിലും വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. ധാരാളം കൾച്ചറിലുള്ള ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി. നിങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം ഫുഡ് സ്പോട്ടുകളും ട്രൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളപ്പോൾ മട്ടാഞ്ചേരി, കൊച്ചി, ഫോട്ടോ വെച്ചൊക്കെ കാണാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കിൾ റെൻറ്റിനെടുത്തോ അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചോ മാത്രം വരിക. കാരണം അത്രയേറെ കാണാൻ ഇവിടെ ഉണ്ട്. നിങ്ങളൊരു പക്ഷേ കാറിനാണ് വരുന്നതെങ്കിൽ ഒരു ഭംഗിയുള്ള വിഷ്വൽസ് കണ്ടാലോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ഥലം കണ്ടാലോ നിങ്ങൾക്ക് ചിലപ്പോൾ നിർത്താൻ പറ്റണമെന്നില്ല. ഏറ്റവും നല്ലൊരു 2 വീലറിനോ സൈക്കിളിനോ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ നിങ്ങൾക്ക് ചുറ്റി നടന്ന് കാണാൻ സാധിക്കും. ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന ദൂരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 വീലറിനൊക്കെ വരുവാണെങ്കിലും സൈക്കിളിന് വരുവാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. മട്ടാഞ്ചേരിയിൽ കാണാൻ എന്തൊക്കെയാണുള്ളതെന്നുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് ഉറപ്പായിട്ടും ഒരു വീഡിയോ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ കാഴ്ചകളല്ല. അത്രയേറെ കാഴ്ചകളാണ് മട്ടാഞ്ചേരിയിലുള്ളത്. അപ്പോൾ ഇത്രയുള്ള ഒരു ചെറിയ വീഡിയോ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.